ഹലോ, കുവൈറ്റിലെ ഏറ്റവും വില കുറവിന് സാധനങ്ങൾ എവിടെ കിട്ടും? യെസ്, അതാണ് നമ്മുടെ ഫ്രൈഡേ മാർക്കറ്റ്. അപ്പൊ ഞങ്ങൾ ഇന്നുള്ളത് ഫ്രൈഡേ മാർക്കറ്റിലാണ്. കുവൈറ്റിലെ ബിഗ്ഗസ്റ്റ് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ സെല് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് ഫ്രൈഡേ മാർക്കറ്റ്. ജുമാസൂക്കെന്നും ഇതിന് പേരുണ്ട് കേട്ടോ. ആഴ്ചയിൽ 3 ദിവസമാണ് ജുമാസൂക്ക് ഓപ്പൺ ആയിട്ടുള്ളത്. തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ. അതുകൊണ്ട് തന്നെ ഈ 3 ദിവസങ്ങളിലും നല്ല റഷ് ആയിരിക്കും ഇവിടെ. ഞങ്ങൾ ഫ്രൈഡേ ആണ് പോയത്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അൽറായില് ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മളുടെ ഈ ഫ്രൈഡേ മാർക്കറ്റ് വരുന്നത്. ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല. ഏക്കർ കണക്കിന് ഇങ്ങനെ പരന്ന് കിടക്കാണ് ഈ മാർക്കറ്റ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ ദാ ഇവിടെ കിട്ടും. എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ് കേട്ടോ. ഹോം അപ്ലയൻസസ് ആയാലും ചെടികളായാലും ഇലക്ട്രോണിക് സാധനങ്ങള്, വാച്ചസ്, അത്തറുകള്, ഡ്രസ്സസ്, പിന്നെ ലേഡീസിന് വേണ്ട എല്ലാ ഐറ്റംസും, എന്തിന് ടെറ്റ്സ് വരെ ഇവിടെ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞ ഒരു തൃശ്ശൂർ പൂരം വൈബ് എനിക്ക് ഇവിടെ വന്നപ്പോ തോന്നിട്ടോ. കുറെ ഷോപ്സും ആൾക്കാരും ബഹളൊക്കെ ആയിട്ട്. സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളാണെങ്കിലും എല്ലാത്തിനും അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പ്രൈസ് കുറവും ഉണ്ട്. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ മൊബൈൽ സ്റ്റാൻഡുകളൊക്കെ കണ്ടപ്പോൾ റിംഗ് ലൈറ്റ് ആണെന്ന് നോക്കിട്ടോ എങ്ങനെയൊക്കെ ഉണ്ടെന്ന്. കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിൽ ഉണ്ടായിരുന്നു. അത്യാവശ്യം റേറ്റും കുറവുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് വാങ്ങിച്ചൊന്നുമില്ല, നോക്കി വെച്ച് പോന്നു. പിന്നെ ഇതാ ലേഡീസിന് പറ്റിയിട്ടുള്ള മാലകള്, വളകള്, കമ്മലുകള്, അങ്ങനെ എല്ലാ ഓർണമെന്റ്സും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടില്ലേ, ചൂണ്ടയിടാൻ പറ്റിയിട്ടുള്ള എല്ലാ സാധനങ്ങളുള്ള ഒരു ഷോപ്പാണ് ഇത്. പല ലെങ്തിലുള്ള ഫിഷിംഗ് റോഡുകള്, അതിന്റെ ഹുക്സ്, നോട്ടുകള്, അതേപോലെ നമ്മളെ ഈ മീൻ പിടിക്കാനായിട്ട് ഇടുന്ന സാധനമില്ലേ, ഫിഷിന്റെ പോലെ ഇരിക്കുന്നത്, അതൊക്കെ ഇവിടെ കണ്ടു കേട്ടോ. തൊട്ടപ്പുറത്തെ കടയിലാണ് ഇതാ ഈ കയ്യിലിടുന്ന ഇങ്ങനത്തെ സാധനങ്ങൾ ഞാൻ കണ്ടത്. കുറെ ബാംഗിൾസും ചെയിൻസ് ഒക്കെ ആയിട്ട് നല്ല ട്രെൻഡിങ്ങിലുള്ള സാധനങ്ങളായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ റേറ്റ് കുറച്ച് കൂടുതലായിട്ട് തോന്നി. അതുകൊണ്ട് അതൊന്നും വാങ്ങിക്കാൻ ഞങ്ങൾ നിന്നില്ല. ഈ മരങ്ങൾ കണ്ടില്ലേ, ഇവിടെ സമ്മർ ആയതുകൊണ്ട് നല്ലോണം ഉണങ്ങി നിൽക്കാണ്. നല്ല രസമുണ്ടായിട്ട് വന്നാലും സ്കൈയും ഈ മരങ്ങളുടെ ആ ഷേപ്പ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. വിന്റർ ആയാലും ഇതിലെ ഇലകളൊക്കെ വന്നു തുടങ്ങുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമായിരിക്കും. പിന്നെ അതാ ഷോപ്പ് പീസിന് വേണ്ടിയിട്ടുള്ള ആന്റിക് സാധനങ്ങളൊക്കെ കുറെ അധികം ഷോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് എല്ലാ ഷോപ്പുകളും ഒന്ന് നോക്കാണ്. കുറച്ചിട നടന്നപ്പോൾ തന്നെ മനസ്സിലായിട്ടോ ഇത് ഇന്നുകൊണ്ട് കണ്ട് തീരില്ല എന്ന്. ഇവിടുത്തെ തിരക്ക് കണ്ടില്ലേ, ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ടാവും എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇവിടെ ഏത് ഷോപ്പിൽ കയറിയാലും ബാർഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗുഡ് പ്രൈസിൽ തന്നെ സാധനങ്ങൾ കിട്ടും. ഞങ്ങൾ ലഞ്ച് ക്യാരി ബാഗ് വാങ്ങിക്കാനായിട്ട് ബാഗിന്റെ സെക്ഷനിലേക്ക് വന്നതാണ്. ഇവിടെയാണെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിച്ച മോഡലൊന്നും കിട്ടിയുമില്ല. അല്ലാത്ത ടൈപ്പിലുള്ള എല്ലാ ബാഗുകളും ഉണ്ടായിരുന്നു കേട്ടോ. എന്തോരം വെറൈറ്റീസ് ആയിരുന്നു. ഡ്രസ്സുകളാണെങ്കിലും എല്ലാ മോഡൽസ് ഉണ്ടായിരുന്നു. കണ്ടാലൊന്നും വാങ്ങിക്കാൻ അങ്ങോട്ട് തോന്നും. കുറച്ച് നടന്നപ്പോഴാണ് ഇതാ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടത്. ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചാടുന്ന ഒരു സ്ഥലം. അങ്ങനെ അതൊന്ന് ജസ്റ്റ് കാണാമെന്ന് വിചാരിച്ച് അതിനടുത്ത് പോയി കുറച്ചു നേരം നിന്നു. ഇവിടെ ചൂടുള്ള ടൈം ആയതുകൊണ്ട് നടക്കുമ്പോഴൊക്കെ നമ്മൾ അത്യാവശ്യം ക്ഷീണിക്കും. അതുകൊണ്ട് തന്നെ ഒരു ജ്യൂസ് എന്നെങ്ങാനും കുടിക്കാന്ന് വെച്ച് ഞങ്ങൾ ഒരു ഷോപ്പിൽ കയറി. അങ്ങനെ തന്നെ ഞങ്ങൾ ചെറിയൊരു മാംഗോ ജ്യൂസാണ് വാങ്ങിച്ചത്. അതിന്റെ തണവ് മുഖത്തേക്ക് വെച്ചപ്പോഴാണ് നല്ലൊരു സുഖം കിട്ടിയത്. പിന്നെ അതും കുടിച്ച് ഞങ്ങൾ ചെടി നോക്കാന്ന് വിചാരിച്ചു, റൂമിൽ വെറുതെ ഭംഗിക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ആദ്യം കണ്ട ഷോപ്പിൽ കയറിയപ്പോഴാണെങ്കിൽ ഇവിടെ എല്ലാം വലിയ വലിയ ചെടികളായിരുന്നു. ഇത്ര വലിപ്പമുള്ളതൊന്നും നമുക്ക് വേണ്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് നോക്കി ഞങ്ങൾ വേറെ ഷോപ്പ് നോക്കി പോയി. എല്ലാം പ്ലാസ്റ്റിക് ആണെങ്കിലും ജസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ഒറിജിനൽ ആണെന്നും തോന്നിപ്പോവും. എല്ലാ ചെടികളും കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. വലിയ ചെടികളായതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചില്ല.
ഈ ചെറി ബ്ലോസം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അത് എല്ലാ ഷോപ്പിലും ഉണ്ടായിരുന്നു. കുറച്ചു പേരൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെതാ ഈ ഡ്രസ്സുകളൊക്കെ കുറച്ചുകൂടി അറബിക് വൈബുള്ള ഡ്രസ്സുകളായിട്ട് തോന്നി. അങ്ങനെ അവിടെ നടന്ന് രാത്രി ആയത് അറിഞ്ഞേയില്ല. 1.5 മണിക്കൂർ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ രാത്രി ആയപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഷോപ്പിംഗ് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ലുലുവിലേക്ക് പോകാന്ന് വിചാരിച്ചു. ഞാൻ ഇന്ന് ഫ്രൈഡേ മാർക്കറ്റിന്റെ ഒരു ഭാഗം മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. ബാക്കി ഒരു 1/4 ഭാഗത്തോളം ഇങ്ങനെ കിടക്കാണ്. അങ്ങനെ ഫ്രൈഡേ മാർക്കറ്റിനോട് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ തൊട്ടടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോയത്. ലുലുവിൽ ഫസ്റ്റ് ഫ്ലോറിൽ ചെന്നപ്പോഴാണ് ഓണത്തിന്റെ വൈബ് കിട്ടിയത്. കുറെ അധികം ഓണത്തിന്റെ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. എല്ലാ ഡ്രസ്സുകളും വൈറ്റും ഗോൾഡൻ കളറും ആയിരുന്നു അവിടെ. ഈ കുർത്ത നല്ല രസമില്ലേ കാണാൻ. സൈസ് ഓക്കെ അല്ലാത്തതുകൊണ്ട് ഞാൻ അത് അവിടെ തന്നെ. ഞാൻ ഓരോ ഡ്രസ്സ് എടുത്ത് നോക്കുമ്പോഴും ഹസ്ബൻഡിന്റെ നെഞ്ച് പടപടാതിരിക്കുന്നത് ഞാൻ കേട്ടു. വന്നിട്ട് അധികം ദിവസം ആവാത്തോണ്ട് തന്നെ ഡ്രസ്സ് ഒന്നും ഞാൻ എടുക്കാൻ തന്നില്ല. അതുകൊണ്ട് പുള്ളി ഇപ്രാവശ്യം രക്ഷപ്പെട്ടു. ലുലുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ പോയത് തൊട്ടപ്പുറത്തുള്ള ഗ്രാൻഡിലായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങൾ ഫിഷ് ഒക്കെ മേടിച്ചത്. കുറച്ച് സാധനങ്ങൾ മേടിക്കാനാണ് ഞങ്ങൾ ഇന്ന് ലുലുവിലും ഗ്രാൻഡിലായിട്ടൊക്കെ പോയത്. പക്ഷേ ആണെങ്കിൽ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ അത് അത്യാവശ്യം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് അതെടുക്കും. അങ്ങനെ വാങ്ങിക്കാൻ പോയ സാധനങ്ങൾക്ക് പുറമെ വേറെ സാധനങ്ങളും മേടിച്ചുകൊണ്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.